ദീപകിന്റെ സ്വഭാവവും മനസ്സിലിരിപ്പും പ്രതാപേണ്ണ ധരിപ്പിക്കാൻ തെളിവായി എന്റെ കയ്യില് വീഡിയോ ഉണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് പ്രതാപേട്ടന് മനസ്സിലാവണമെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായിരുന്ന എല്ലാം അറിയാവുന്ന വേണുവേട്ടൻ എന്റെ കൂടെ വേണം. വേണുവേട്ടന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം. ഹലോ പത്മാവതി മാഡം, എവിടെയാ? വേണുട്ടാ, ഞാൻ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുവോ. നിങ്ങൾ ഇറങ്ങാറായോ? ആ, ഉടനെ ഇറങ്ങും മാഡം. വേണുട്ടാ, എല്ലാം നമുക്ക് ഇന്ന് തന്നെ പ്രതാപേട്ടനോട് തുറന്നു പറയാൻ പറ്റുമല്ലോ. ഈശ്വരൻ മറ്റു തടസ്സങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യങ്ങളും വർമ്മ സാറിനെ അറിയിക്കാം. ദീപകുമായിട്ടുള്ള ഋതിക മാഡത്തിന്റെ വിവാഹം മുടക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. ആ വീഡിയോ, ദീപക് മാഡത്തിനെ വിഷപ്പെടുത്തുന്ന ആ വീഡിയോ മാഡത്തിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് വേണുട്ടാ, വീഡിയോ എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാറായി. മാഡം വീടിന്റെ പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി. സമയമാകുമ്പോൾ ഞാൻ അകത്തേക്ക് വിളിക്കാം. ശരി വേണുട്ടാ. എന്താ ഉദ്ദേശം? വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്താനോ? അതോ അംബികയ്ക്ക് ഭീഷണിപ്പെടുത്തലില്ലെന്ന് പത്മാവതിക്ക് അറിയാലോ. അംബിക ഒന്നും പറയാറില്ല, എല്ലാം ചെയ്യാറേ ഉള്ളൂ. ആട്ടെ, നീ എങ്ങോട്ടാ പത്മാവതി ഇത്ര ധൃതിയില്? അത് നിങ്ങൾക്കറിയില്ലേ? എന്റെ മകളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടക്കുന്ന ദിവസമല്ലേ ഇന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ടേ? വരണം, പത്മാവതി വരണം. പക്ഷേ പത്മാവതി വരുന്നത് വിവാഹം കൂടി സദ്യ കഴിച്ച് പോകാനായിരിക്കണം. വിവാഹം കൂടണോ സദ്യ കഴിക്കണോന്നൊക്കെ ഈ പത്മാവതി തീരുമാനിക്കും. അങ്ങനെ നീ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. അംബിക മനസ്സിലൊരു കാര്യം നടത്തോന്ന് തീരുമാനിച്ചാലേ അത് നടത്തിയിരിക്കും. അപ്പോ രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. അതെ. ഇറങ്ങി വാടാ. പിടിച്ച് കയറ്റടാ അവളെ. അവള് ഭർത്താവിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ പണ്ടേ ജീവനോടെ പോകാൻ അനുവദിച്ചത് തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഒരു കുപ്പി വെള്ളം എടുത്തേ. പിടിക്കടാ. ഡീ എഴുന്നേക്കടി, മതി ഉറങ്ങിയത്.
എവിടെയാ? ഋതിക മോളെ എവിടെ? അവളുടെ വിവാഹം, എന്റെ മോള്. ഇവക്ക് ബോധം ശരിക്കും വന്നില്ലെന്ന് തോന്നടാ. ഡോസ് കുറച്ച് കൂടിപ്പോയി മാഡം, അതിന്റെ. ഡീ എണീക്കടി. ഡീ എന്നെ നോക്കാൻ. എന്നെ എന്തിനാ കെട്ടിയിട്ടിരിക്കുന്ന? അഴിച്ചുവിട്, എന്നെ അഴിച്ചുവിട്. അഴിച്ചു വിട്ടിട്ട് എന്തിനാ? നിനക്ക് പ്രതാപനെ ചെന്ന് കണ്ട് സംസാരിക്കാനാണോ? ഡീ നിന്റെ മനസ്സിലുള്ളതൊക്കെ അവനോട് തുറന്നു പറയാനാണോ? ഈ അംബിക ഇവിടെ ജീവനോടെ ഉള്ളപ്പോ എന്നെ മറികടന്ന് എന്റെ അനിയന്റെ അടുത്ത് നിനക്ക് എത്താമെന്ന് നീ വിചാരിച്ചോ? നിങ്ങളുടെ അനിയനോ? അദ്ദേഹം അങ്ങനെ നിങ്ങളുടെ അനിയനാണെന്നുള്ള എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ഇത്തിരി ക്രൂരമായിട്ട് പെരുമാറുമായിരുന്നു. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? എന്റെ മകൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു എന്നോ? ഞാൻ അനുഭവിക്കാൻ ആഗ്രഹിച്ച സ്വത്തുക്കളുടെ അവകാശി ആദ്യം നീ ആയിരുന്നില്ലേ? അതാ നീ ചെയ്ത തെറ്റ്. ഇപ്പൊ എല്ലാത്തിനും അവകാശി നിന്റെ മകളാ. അത് തന്നെയാ അവൾ ചെയ്ത തെറ്റ്. ഇങ്ങനെ സ്വത്തിനും പണത്തിനും വേണ്ടി ഭ്രാന്ത് കാണിക്കുന്ന ആരെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സ്വത്തും പണമാണോ ഈ ലോകത്ത് വലുത്? എന്തൊക്കെ കെട്ടി പടുത്തുയർത്തിയാലും നിങ്ങൾ ചെയ്തതിനൊക്കെ അവസാന കാലത്ത് നിങ്ങൾക്ക് ഗതി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനെ അംബികയുടെ അവസാന കാലം ഓർമ്മിപ്പിച്ച് അംബികയുടെ മനസ്സ് തളർത്താന്ന് കരുതണ്ട. അങ്ങനെയൊന്നും ഒന്നിനെയും ഭയക്കുന്നവളല്ല ഞാൻ. എനിക്ക് വലുതേ സ്വത്ത് തന്നെയാടി. അത് നിന്റെ മകളിലൂടെ ഞാനതെല്ലാം എന്റെ മകനിലെത്തിക്കും. ഈ വിവാഹം നടന്നാലല്ലേ നിങ്ങൾക്ക് എന്റെ മകളുടെ പേരിലുള്ള സ്വത്ത് കിട്ടൂ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. പത്മാവതി, അതെ, എനിക്കിപ്പോ ഒരാളെ കൊല്ലാനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല. നീ വെറുതെ എന്നെ കൊണ്ടത് ചെയ്യാൻ നിർബന്ധിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ. നിങ്ങൾക്ക് വേണ്ടത് സ്വത്തുക്കളല്ലേ? ഞാനത് നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങൾ എന്റെ മകളെ ഒന്ന് വെറുതെ വിട്. അവളെ വെറുതെ വിട്ട നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. എന്തോ പത്മാവതി, നീ നിന്റെ പുതിയ അടവൊന്നും എന്റെ അടുത്ത് എടുക്കരുതേ. അതൊന്നും ഇവിടെ ഏക്കില്ല. ഞാനേ റിസ്ക് ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വിവാഹം, അതുവഴി സ്വത്തുക്കളും. എന്റെ പ്ലാനിങ്ങിലെ ആർക്ക് വേണ്ടിയും ഒരു മാറ്റവും ഉണ്ടാവില്ല. അമ്മേ, അമ്മേ, വാമോനെ. എടാ, ദിവ്യയും കുഞ്ഞും അവര് സേഫ് ആയിട്ട് അടുത്ത റൂമിൽ തന്നെ ഉണ്ടമ്മേ. ആ ദേ നിന്റെ അമ്മായി. ആഹാ, ഹായ് അമ്മായി. ഹായ് പറയാതെ വിവാഹത്തിന് അനുഗ്രഹം മേടിക്കടാ. ഓ സോറി അമ്മായി. അതെ, അമ്മായിയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അമ്മായി എന്നെ അനുഗ്രഹിക്കണം. ഋതിക ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. നീ നിന്റെ അമ്മയും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. ദേ, എന്നെ പറഞ്ഞാ ഞാൻ പോട്ടേന്ന് വെക്കും. എന്റെ മുന്നിൽ വെച്ച് എന്റെ മകനെ നീ ശപിച്ച നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ദീപക്കെ, ഇവളുടെ ഫോൺ എടുത്ത് നിന്റെ എന്തോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഡിലീറ്റ് ചെയ്യടാ. ഡോ, ഇവന്റെ ഫോൺ എവിടെ? അയ്യോ, ഇത് ലോക്കാണല്ലോ അമ്മേ. ഇനി അത് എങ്ങനെ തുറക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? വെള്ളം പിടിക്കാതെ അമ്മായി. ആ, കഴിഞ്ഞമ്മേ. ആ അമ്മേ, ലേറ്റ് ആവുന്നു.
ഈ ചെക്കൻ്റെ ഒരു ധൃതി. ഒന്ന് പോവാമേ. ആ, പത്മാവതി പത്മാവതി, ഞങ്ങൾ ഇറങ്ങുവാ. ദേ, ബലം പിടിച്ച് കയറ് പൊട്ടിക്കാനൊന്നും ശ്രമിക്കണ്ട, നടക്കില്ല കേട്ടോ. ഡോ, താനിവിടെ ഉണ്ടാവണം. ശരി മാഡം. തൽക്കാലം ഇവളെ ഒന്നും ചെയ്യണ്ട. വിവാഹം കഴിഞ്ഞ് ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ പത്മാവതി. നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങിയിരിക്കണം, മനസ്സിലായല്ലോ? ദീപക് ഋതികയുടെ കഴുത്തില് താലി കെട്ടി കഴിയുമ്പോ ദേ ദേ ഇവന്റെ ഫോണിലേക്ക് ഞാൻ രണ്ടാളുടെയും ഫോട്ടോ അയച്ചു തരാം. മാഡത്തിന് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണം കേട്ടോ. ശരി മാഡം. ആ, അമ്മായി ബൈ. പാടാ. പിടിക്ക. അയ്യോ, ഈശ്വരാ. ചേച്ചി ഇത് രാവിലെ തന്നെ എവിടെ പോയതാ? ക്ഷേത്രത്തിലേക്ക് വിളിച്ചിട്ട് വരാതെ വേറെ എന്താവശ്യമായിരുന്നു? അത് പ്രതാപ, ഞാൻ ഇവനെയും കൊണ്ട് നമ്മുടെ പഴയ തറവാട് വീട് വരെ ഒന്ന് പോയതാ. അവിടെയാണല്ലോ കാർന്നോമാരുടെ അസ്ഥിത്തറയൊക്കെ ഉള്ളത്. അവിടെ വിളക്ക് കൊളുത്തി ദീപകിനെ കൊണ്ട് എല്ലാവരുടെ അനുഗ്രഹവും വാങ്ങിച്ചു. അതെന്തായാലും നന്നായി ചേച്ചി. എന്താ ചേച്ചി? അൺമറിഞ്ഞു പോയ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർക്ക് ഇപ്പോഴാ സന്തോഷമായെന്ന് തോന്നുന്നു. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയെ പുറത്തല്ല വിവാഹം ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോ അവർക്ക് തൃപ്തിയായിട്ടുണ്ടാവും. ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? ഋതുമോളെ, മോളുടെ കയ്യിൽ പ്രസാദമായിരിക്കും അല്ലേ? ഈശ്വര, എല്ലാം ഭംഗിയാക്കി തരണേ, എല്ലാവർക്കും നല്ലത് വരണേ. മോളെ, ഇങ്ങനെ മടിച്ചു നിൽക്കാതെ പ്രസാദം എടുത്ത് ദീപകിനെ തൊട്ടുകൊടുക്ക്. നീ എന്താ ലേറ്റ് ആയത്? നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആ ഇവന്റ് മാനേജർ ഹരിയുടെ കൂടെ ഉണ്ടാവണമെന്ന്. അതെ മേഡം. ആ, എന്നാ നീ അങ്ങോട്ട് പോ. ശരി മേഡം. അല്ല, മോളെന്താ മടിച്ചു നിൽക്കുന്നേ? ഈ പ്രസാദ് അവനെ തൊടിക്ക്. ചെല്ലേ. വാ പ്രതാപ. അല്ല, ഇതെന്താ ചേച്ചി? എന്തിനാ ഈ ബൗൺസേഴ്സ് ഒക്കെ? ഫംഗ്ഷനുകൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ ബൗൺസേഴ്സിനെ വെക്കുന്നത് ഇപ്പൊ ഒരു പുതുമയാണോ പ്രതാപ? നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടല്ലേ? അതെ, ഇതേ നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. എല്ലാം ആ ഹരി നിർബന്ധിച്ചതുകൊണ്ടാ. വാ പ്രതാപ, നമുക്ക് അകത്തേക്ക് പോവാം. ആഹാ, രണ്ടാളും ഒരുങ്ങി നിൽക്കുവാണോ? പ്രതാപേട്ട, നീ ചായ എടുക്കാം. വാ. ശരാ, ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയോ? വന്നു തുടങ്ങി ഏട്ടാ. കുറച്ചുപേര് ഗസ്റ്റ് റൂമിലുണ്ട്, ബാക്കിയുള്ളവര് മുകളിലത്തെ നിലയിലെ ഹാളിലാ. അവിടെയാ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹരി, മാഡം, നിങ്ങളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു മാഡം. ആ, ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ? ഉണ്ട് മാഡം. ഗുഡ്. അറിയാലോ,
ഇവിടെ വിവാഹത്തിന് വരുന്നതിൽ കൂടുതലും VIP-കളായിരിക്കും. ആർക്കും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അത് അംബിക മാഡം പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ പോകുന്ന മാരേജ് എൻജോയ് ചെയ്താൽ മാത്രം മതി. ശരി മാഡം. പ്രതാപേട്ട ചായ. എടോ അത് ടൂറിസം വകുപ്പ് മന്ത്രി സാഗരാജൻ സാറല്ലേ? അതെ. പുള്ളിയുടെ കൂടെ ആരാ ഒരു പയ്യൻ? അദ്ദേഹത്തിന്റെ അനിയന്റെ മകനാണെന്ന് തോന്നുന്നു. വാവ്, അപ്പൊ ഇതാണല്ലേ ബർമേങ്കിളുടെ വീട്? അതെ. അപ്പൊ പറഞ്ഞു കേട്ടത് ശരിയാണ്, ബർമേങ്കിൾ ഒരുപാട് റിച്ചാണ്. അതേന്നേ. വാ, നമുക്ക് അകത്തേക്ക് പോവാം. വീടിന്റെ വലിപ്പം മാത്രമല്ല, ഇന്റീരിയർ നിനക്ക് ഇഷ്ടമാവും. എനിക്ക് വാ വല്ലിച്ച. ആ, ആരായത്? സാഗരാജനോ? നമസ്കാരം അമ്പിയെ. നമസ്കാരം. ആ, അമ്പിയക്ക് ഇവനെ പരിചയമില്ലേ? ഇല്ല. പക്ഷെ അംബിക ചെറുപ്പത്തിലെ ഇവനെ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ. ഈ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ആരാ പ്രതാപ ഈ പയ്യൻ? ചേച്ചി, ഇവൻ സാഗരാജന്റെ അനിയൻ സോമരാജന്റെ. സോമരാജിന്റെ മകൻ റോഹൻ. ഓ, എടാ നീ അങ്ങ് വളർന്നു പോയല്ലോടാ ചെക്ക. 10-15 വർഷം മുൻപേ ഒരു ഫംഗ്ഷന് നിന്റെ അമ്മയുടെ കൂടെ കണ്ടതാ നിന്നെ ഞാൻ. എടാ ദീപക്കെ, നീ ഓർക്കുന്നില്ലേ റോഹനെ? കൊച്ചിലെ നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോ റോഹനുമായിട്ടായിരുന്നു നിന്റെ കൂട്ട്. കൂട്ടെന്നല്ല, രണ്ടും കൂടെ തമ്മിൽ വഴക്കോട് വഴക്കായിരുന്നു. അതൊക്കെ ചെറുപ്പത്തിലെ തമാശകളായിരുന്നില്ലേ ആന്റി? ഹായ് ദീപക്. ഹായ് രോഹൻ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക്സ് ബ്രോ. നിങ്ങൾ ഇരിക്കേ. അങ്ങളെ ഇരിക്കേ. ഇരിക്കെ. യാമിനി ചായ എടുക്ക. വാ, എനിക്ക് വിത്തോട്ട് മതി കേട്ടോ യാമിനി. ശരി. വിഷ്ണു, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അമ്മാവാ, ഫ്രണ്ട്സാ, ഞാനൊന്ന്. അങ്ങളെ രോഹൻ, ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇറ്റ്സ് ഓക്കെ ദീപക്, പ്ലീസ് ക്യാരി ഓൺ. ഓക്കെ. സാഗരാജ, ഇത് അത്ഭുതമാണ് കേട്ടോ. താൻ നേരത്തെ ഒരിടത്ത് വരുന്നത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നേ. ഈ ഇലക്ഷന്റെ തലവേദനയിൽ നിന്ന് മനസ്സൊന്ന് റിലാക്സ് ആക്കണം. അതിനുവേണ്ടി കിട്ടുന്ന ഒരു അവസരവും കഴിഞ്ഞ 1 മാസമായി ഞാൻ പാഴാക്കാറില്ല പറഞ്ഞേ. പിന്നെ ഇന്നിവിടെ നേരത്തെ വന്നതിന്റെ ക്രെഡിറ്റ് അത് റോഹന. വർമ്മയെങ്കിളുടെ വീട്ടിൽ പോകണം, വർമ്മയെങ്കിളുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കണം, അങ്ങനെ അവന് ഒരേ നിർബന്ധം. ഓ ആണോ? അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. തനിക്കറിയാലോ, ഇവനൊരു എഞ്ചിനീയറാ. റെയർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു ഭ്രമമാ. ഓ, ഇവിടെ തന്റെ വീട്ടിന്റെ സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞത്
ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. ദീപകിന്റെയും ഹൃദയമോളുടെയും വിവാഹം അംബിക ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞപ്പോ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു എനിക്കും വരണം, വിവാഹത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ. വർമ്മ സാറിന്റെ വീടും കാണാം. അതുകൊള്ള താൻ വേണമെങ്കിൽ ഈ വീടൊക്കെ ഒന്ന് കറങ്ങി മുഴുവനും നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കിയോ. താങ്ക്സ് അങ്കിൾ. അവന്റെ ഒരു ആവേശം കണ്ടില്ലേ? വിവാഹപ്രായമായി പോയി പെണ്ണ് കിട്ടണ എന്ന് പറഞ്ഞ ഇരുന്നെടുത്ത് നനങ്ങില്ല, വാ തുറന്നൊരു അക്ഷരം സംസാരിക്കുകയില്ല. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ആള് 100% രാജു ഒന്നിങ്ങൊന്ന്. എന്താ ഓർമ്മ സാറേ? രാജു ഇത് ആ നമസ്കാരം സാറേ. നമസ്കാരം. രാജു ഇത് റോഹൻ, ആ. സാഗരാജന്റെ അനിയന്റെ മകനാ. ഓ റോഹൻ ഇതെന്റെ പി എ രാജു. ഹായ് രാജു. ഹായ് സർ.